ഇനി യു കെയിലോട്ട് വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു സെറ്റിൽമെൻറ്റ് ഓപ്ഷനായിട്ട് ഒരിക്കലും ഇനി യു കെ റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം റൂൾ ചേഞ്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ആണെങ്കിലും ഇനി വരാൻ പോകുന്നത് റീഫോം ഒരു പാർട്ടിയാണ്. അവർ പറയുന്ന നിയമമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽഡ് വർക്കർ വിസ എടുക്കണമെങ്കിൽ പോലും ഏകദേശം 60,000 പൗണ്ടോളം സാലറി ത്രഷോൾഡാക്കി മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ ഏകദേശം 41,000 പൗണ്ട് ഉള്ളത് ഏകദേശം 60,000 പൗണ്ടാക്കി മാറ്റണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത്രയും സ്ട്രിക്റ്റ് ആക്കാൻ പോവുകയാണ്. നമ്മൾ ടാക്സ് അടച്ച് മരിക്കുമെന്നുള്ളതാണ്. നിങ്ങളിവിടെ സാധാരണഗതിയിൽ ഏതെങ്കിലും ചെറിയ ഫീസുള്ള കോഴ്സിൽ വന്നിട്ട് മാക്സിമം പാർട്ട് ടൈം ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കി പോവുകയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ യു കെയിലോട് വരികയാണെങ്കിൽ പഠിച്ച് നിങ്ങൾക്ക് പോകാനും നല്ല കൺട്രി തന്നെയാണ്. പക്ഷേ നിങ്ങളൊരു സെറ്റിൽമെൻറ്റ് ഓപ്ഷനായിട്ട് ഒരിക്കലും യു കെ ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയില്ല. കുറച്ച് കാലത്തോട്ട് അത്രയും അധികം ടൈറ്റ് ആയിട്ടായിരിക്കും ഇവിടുത്തെ റൂൾസ് പോകുക എന്നുള്ളത് നമുക്ക് 100% അറിയാം. ഇപ്പോൾ വരുന്ന ഓരോ ന്യൂസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും ഓരോ പുതിയ റൂളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ സെറ്റിൽമെൻറ്റ് ഓപ്ഷനാണെങ്കിൽ യു കെ സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.